പ്രതിപക്ഷ നേതാവിന് പാർട്ടിയുടെ പൂർണ്ണ പിന്തുണയുണ്ട്. ഒരു കാരണവശാലും വി ഡി സതീശനെ ആക്രമിക്കുന്നതിനെ ഞങ്ങൾ അനുകൂലിക്കില്ല എന്ന് മാത്രമല്ല, ശക്തമായിട്ട് എതിർക്കുകയും ചെയ്യും. അത് വി ഡി സതീശനെതിരായിട്ടെന്ന് മാത്രമല്ല, ഏതെങ്കിലും കോൺഗ്രസ് നേതാക്കന്മാരെ പാർട്ടിക്ക് പുറത്തുള്ള ആര് വിമർശിച്ചാലും ഞങ്ങൾ അതിനെ ശക്തമായിട്ട് എതിർക്കും. അല്ല, ഇതിൽ സാമുദായിക സംഘടനകൾ യോജിക്കുന്നതിൽ ഒരു തെറ്റും ഞങ്ങൾ കാണുന്നില്ല. അത് കുറേയൊക്കെ സാമുദായിക ഐക്യം ഊട്ടിയുറപ്പിക്കാൻ സഹായിക്കും. പിന്നെ അതുകൊണ്ടുണ്ടാവുന്ന രാഷ്ട്രീയമായിട്ടുള്ള ചലനങ്ങളെക്കുറിച്ചാണ് ഇപ്പോൾ ചർച്ച. കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച് സമുദായ സംഘടനകൾ യോജിക്കുന്നതിൽ പാർട്ടി ഒരു തെറ്റും കാണുന്നില്ല. പക്ഷേ കേരള രാഷ്ട്രീയത്തിൽ ഒരു കാര്യം ഉറപ്പാണ്, ആര് വിചാരിച്ചാലും സ്വർണം കട്ടവർക്ക് ജനങ്ങൾ വോട്ട് ചെയ്യില്ല. പിണറായി വിജയൻ മൂന്നാമതും അധികാരത്തിൽ വരില്ല. UDF ഏത് വിപരീത സാഹചര്യത്തിലാണെങ്കിലും ശക്തമായി പോരാടുകയും ഞങ്ങൾ അധികാരം നേരിടുകയും ചെയ്യും. പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് കോൺഗ്രസ് പാർട്ടിയുടെ അഭിപ്രായങ്ങളാണ് അദ്ദേഹം പറയാറുള്ളത്. ഞങ്ങളെല്ലാ കോൺഗ്രസിൻ്റെ നേതാക്കന്മാരുടെയും പ്രവർത്തനങ്ങൾ സസൂക്ഷ്മം ഹൈക്കമാൻഡ് നിരീക്ഷിക്കാറുണ്ട്. പക്ഷേ ഒറ്റക്കെട്ടെ ആക്രമിക്കുമ്പോൾ എന്തുകൊണ്ടാണ് പിന്തുണ കോൺഗ്രസ് പാർട്ടിയിൽ? പ്രതിപക്ഷ നേതാവിന് പാർട്ടിയുടെ പൂർണ്ണ പിന്തുണയുണ്ട്. ഒരു കാരണവശാലും വി ഡി സതീശനെ ആക്രമിക്കുന്നതിനെ ഞങ്ങൾ അനുകൂലിക്കില്ല എന്ന് മാത്രമല്ല, ശക്തമായിട്ട് എതിർക്കുകയും ചെയ്യും. അത് വി ഡി സതീശനെതിരായിട്ടെന്ന് മാത്രമല്ല, ഏതെങ്കിലും കോൺഗ്രസ് നേതാക്കന്മാരെ പാർട്ടിക്ക് പുറത്തുള്ള ആര് വിമർശിച്ചാലും ഞങ്ങൾ അതിനെ ശക്തമായിട്ട് എതിർക്കും. അത് വി ഡി സതീശനും രമേശ് ചെന്നിത്തലയും സണ്ണി ജോസഫൊക്കെ കോൺഗ്രസിൻ്റെ തലപ്പത്തുള്ള നേതാക്കന്മാരാണ്. അവരെ പുറമേ നിന്നുള്ള ആര് വിമർശിച്ചാലും അതിനെ ഞങ്ങൾ തിരിച്ചു പറയുകയും ചെയ്യും. സ്വർണം കട്ടവരെ വീണ്ടും അധികാരത്തിലേക്കാണോ വെള്ളാപ്പള്ളി ശ്രമിക്കുന്നത്? അല്ല, അത് ആര് വിചാരിച്ചാലും നടക്കില്ല എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. സ്വർണം കട്ടവർക്ക് ജനങ്ങൾ വോട്ട് ചെയ്യില്ല. അതിനാണോ വെള്ളാപ്പള്ളി ശ്രമിക്കുന്നത്? അതെനിക്ക് ഞാൻ പറയുന്നില്ല. ആര് ശ്രമിച്ചാലും ഒട്ടും നടക്കില്ല. അതൊക്കെ ഞങ്ങളുടെ പാർട്ടിയുടെ, ഞാൻ പറഞ്ഞത് ഞങ്ങളുടെ പാർട്ടിയുടെ കാര്യങ്ങൾ ഞങ്ങൾ തീരുമാനിക്കും. ഞങ്ങൾക്ക് തെറ്റുപറ്റിയാൽ ഞങ്ങളെ നിയന്ത്രിക്കാൻ ഹൈക്കമാൻഡ്.